മാതാപിതാക്കളെ നോക്കാൻ കഴിയാത്ത വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കൂ എന്ന് ഞാൻ പറയുന്നു. പലരും വന്ന് എന്നെ തെറി പറയാറുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരോടുമല്ല, നോക്കാൻ കഴിയാത്ത വ്യക്തികളോടാണ്. ഈ വീഡിയോയിൽ കാണുന്നത് ഒരു അമ്മയുടെ മുമ്പിൽ വെച്ച് അച്ഛനെ തല്ലുന്നതാണ്. അമ്മ നിസ്സഹയായി നോക്കിയിരിക്കുന്നു. അച്ഛനെ മർദ്ദിക്കുന്ന മകൻ അമ്മയെ മർദ്ദിക്കാൻ പിന്നെ അവനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പല മതപണ്ഡിതന്മാരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മായുടെയും ഉപ്പായുടെയും കാൽക്കീഴിലാണ് ലോകമെന്ന്. അത് എത്ര സത്യമാണ്. അവരല്ലേ നമ്മുടെ ഈ ലോകത്ത് നടക്കാൻ പഠിപ്പിച്ചത് തന്നെ. ഒരു മനുഷ്യന്റെ ഉയർച്ചയിൽ ഉണ്ടാവുന്ന എല്ലാ ഘട്ടങ്ങളും മാതാപിതാക്കളാണ് അവരെ കൈപിടിച്ച് ഉയർത്തുന്നത്. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ സമ്പന്നരായി കഴിയുമ്പോഴാണ് മറ്റുള്ളവർ അവരിലേക്ക് വന്നു ചേരുന്നത്. അന്ന് അച്ഛനും അമ്മയും അകറ്റപ്പെടുന്നു. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവന് വിദ്യാഭ്യാസം കൊടുത്ത് അവന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുന്നത് വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് മാതാപിതാക്കളാണ്. എന്നാൽ ഈ വ്യക്തിക്ക് വരുമാനമായി കഴിയുമ്പോൾ ആദ്യം തള്ളിക്കളയുന്നതും മാതാപിതാക്കളെയാണ്. അവർ ഒരു വരുമാനത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർ വിവാഹബന്ധത്തിലേർപ്പെടുന്നു. അത് കഴിഞ്ഞ് ഭാര്യയാവുന്നു, ഭർത്താവുന്നു. മാതാപിതാക്കളെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ 2K കുട്ടികളെല്ലാം വന്ന് ഇതൊരു തന്ത വൈബാണ് എന്ന് പറയും. ഒന്നോർക്കുക, ഈ തന്ത വൈബ് നാളെ നിങ്ങൾക്കും വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ്. ഏതെങ്കിലും മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകൂ. എത്രയോ നാട്ടുകാർ, എത്രയോ സംഘടനകൾ ആരും തുണയില്ലാത്ത മാതാപിതാക്കളെ മരുന്ന് കൊടുത്തും ആഹാരം കൊടുത്തും സംരക്ഷിക്കുന്നു. മാതാപിതാക്കളിൽ നിന്ന് എല്ലാം നേടിയതിനു ശേഷം മാതാപിതാക്കളെ തള്ളാൻ ശ്രമിക്കുന്ന മക്കളെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ തേടി വരുന്നത് ഇതിലും ക്രൂരമായ മറ്റെന്തോ ആയിരിക്കും.